കൂടി. രചന സംഭാഷണം രുദ്രപ്രിയ. ഭാഗം 42. മൃദുവിൻ്റെ അമ്മയുടെ സഞ്ചയന ചടങ്ങുകൾ കഴിഞ്ഞു. ഇപ്പോൾ ആ വീട്ടിൽ രമേശനും കുടുംബവും മാത്രമാണ് താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അച്ഛൻ്റെ 2 സഹോദരന്മാർ വന്നിട്ട് എന്തെങ്കിലുമൊക്കെ കുറ്റവും കുറവും പറഞ്ഞിട്ട് പോകുമെന്നല്ലാതെ പ്രത്യേകിച്ച് വിശേഷമൊന്നും ഉണ്ടായില്ല. ഇതിനിടയിൽ സ്വത്തുക്കൾ ആരുടെ പേരിലാണ് ആക്കിയിരിക്കുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ അവരുടെ ഇടയിൽ ചർച്ചകൾ നടന്നു. ഒടുവിൽ നിവൃത്തിയില്ലാതെ മൃദുല തന്നെ അതിനെല്ലാം മറുപടി പറയേണ്ട അവസ്ഥ വരെ എത്തിയ കാര്യങ്ങൾ. എൻ്റെ അച്ഛൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച മുതലുകളാണതെല്ലാം. എൻ്റെയും എൻ്റെ അമ്മയുടെയും പേരിൽ തന്നെ ഭദ്രമായി ഉണ്ട്. കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് അമ്മ അതെല്ലാം എൻ്റെ പേരിലാക്കി. ഇനി ആർക്കാണ് എന്താണ് അറിയേണ്ടത്? എൻ്റെ ബാങ്ക് ബാലൻസിൻ്റെയും സ്വത്തിൻ്റെയും കണക്ക്. ഈ സ്വത്തും പണവും ഒന്നുമില്ലാതെ ഉടുതുണിയോടുകൂടി ഇറങ്ങിച്ചെന്നാലും എന്നെ സ്വീകരിക്കുന്ന ഒരുത്തൻ്റെ കയ്യിലേക്ക് എന്നെ ഏൽപ്പിച്ചിട്ട് തന്നെയാണ് എൻ്റെ അമ്മ പോയത്. അതുകൊണ്ട് എന്നെക്കുറിച്ചോർത്ത് ആരും വിഷമിക്കേണ്ട. പിന്നീട് മൃദുവിൻ്റെ അച്ഛൻ്റെ ആൾക്കാരെ ആ പരിസരത്ത് പോലും കണ്ടിട്ടില്ല. 16 അടിയന്തര ചടങ്ങുകൾ കഴിഞ്ഞ് രമേശൻ മൃദുലയുടെ അടുത്തേക്ക് ചെന്നു. ചടങ്ങുകളൊക്കെ ഇന്നത്തോടുകൂടി കഴിഞ്ഞിട്ടുണ്ട്. നാളെ നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് പോയാലോ? ഇവിടുത്തെ അത്രയും സൗകര്യങ്ങളില്ലെങ്കിൽ പോലും തനിക്ക് അവിടെ ഒരു മനസ്സമാധാനവും സന്തോഷവും ഉണ്ടാകും. എൻ്റെ കൂടെ വരുന്നതിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? എന്തെങ്കിലും രജിസ്റ്റർ ഓഫീസിൽ കൊണ്ടുപോയി ഒരു ഒപ്പ് വെച്ചിട്ട് വേണമെങ്കിലും കൂടെ കൂട്ടാമായിരുന്നു. പക്ഷേ അമ്മ മരിച്ച് 1 വർഷം കഴിയാതെ മംഗളകാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അവൻ പറയുന്നതെല്ലാം മൂളിക്കേട്ടതല്ലാതെ മൃദുല മറുപടിയൊന്നും പറഞ്ഞില്ല. ഈശ്വരമംഗലത്തെ മുത്തശ്ശനും മാധവനും ശിവനുമൊക്കെ അവളോട് സംസാരിച്ചു. ഒടുവിൽ അവരെല്ലാം കൂടി ചേർന്നൊരു തീരുമാനമെടുത്തു. മൃദുലയുടെ അമ്മയുടെ 41 ചടങ്ങ് കഴിഞ്ഞതിന് ശേഷം രജിസ്റ്റർ ഓഫീസിൽ പോയി നിയമപരമായി വിവാഹം രജിസ്റ്റർ ചെയ്യാം. അതിനുശേഷം 1 വർഷം കഴിഞ്ഞ് നമുക്ക് ആർഭാടമായി തന്നെ വിവാഹം അങ്ങ് നടത്താം. അതാകുമ്പോൾ രമേശൻ്റെ വീട്ടിൽ നിൽക്കുന്നതിന് മറ്റു ബുദ്ധിമുട്ടുകളൊന്നും മൃദുലയ്ക്കുണ്ടാകില്ല. ആ തീരുമാനത്തോട് എല്ലാവരും യോജിച്ചു. മൃദുലയെ വീട്ടിലേക്ക് കൊണ്ടുപോവുക എന്നത് വളരെ ശ്രമകരമായ കാര്യമായിരുന്നു. അച്ഛനും അമ്മയും താനും അടങ്ങുന്ന ചെറിയ കുടുംബം വളരെ സന്തോഷത്തോടുകൂടി വർഷങ്ങളായി കഴിഞ്ഞ വീടാണ്. അച്ഛൻ്റെ മരണത്തോടുകൂടി അമ്മയും താനും മാത്രമായി. പെട്ടെന്ന് അമ്മയും തന്നെ വിട്ടുപോയപ്പോൾ താൻ ഒറ്റയ്ക്കായി. പക്ഷേ തനിക്ക് ചുറ്റുമുള്ളവരുടെ സ്നേഹപൂർവമായ പെരുമാറ്റം അവളെ ഒരു പരിധിവരെ സങ്കടങ്ങളിൽ നിന്ന് പിടിച്ചു നിർത്തി. രമേശൻ്റെ അമ്മയോടൊപ്പം കിടന്നുറങ്ങുമ്പോൾ രമേശൻ അമ്മ എന്ന് വിളിക്കുന്നത് നന്ദുവിൻ്റെ അമ്മയെയാണ്. രമേശൻ്റെ അമ്മ മരിച്ചുപോയതാണെന്ന് നേരത്തെ പറഞ്ഞു. രമേശൻ്റെ അച്ഛനാണ് ശിവൻ. അവൾക്ക് കരച്ചിലടക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. നാളെ രാവിലെ തന്നെ അമ്മയുടെ ഓർമ്മകൾ ഉറങ്ങുന്ന ആ വീട്ടിൽ നിന്ന് പോകണം. ആലോചിക്കും തോറും കണ്ണുകൾ നിയന്ത്രണമില്ലാതെ ഒഴുകിക്കൊണ്ടിരുന്നു. അപ്പോഴെല്ലാം അമ്മയുടെ കൈകൾ അവളെ സമാധാനപ്പെടുത്താൻ എന്നവണ്ണം തോളിൽ പതിയെ തലോടി. എപ്പോഴോ ഉറക്കത്തിലേക്ക് അവൾ വഴുതി വീണു. രാവിലെ എല്ലാവരും നേരത്തെ എഴുന്നേറ്റ് ജോലികളെല്ലാം ഒതുക്കി വീട് വൃത്തിയാക്കി. സാരംഗും സത്യയും രാവിലെ തന്നെ എത്തി. ആ വീടിൻ്റെ ഓരോ മുക്കും മൂലയും ആദ്യമായി കാണുന്നത് പോലെ മൃദുല നോക്കി നിന്നു. അവളുടെ അമ്മയോടൊപ്പം ചിലവഴിച്ച പ്രിയപ്പെട്ട നിമിഷങ്ങളെല്ലാം ഒരു തിരശീലയിൽ എന്നവണ്ണം അവളുടെ മുന്നിൽ മിന്നി മറഞ്ഞു. ഏറെ നേരം അവൾക്ക് അവിടെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് തന്നെ രമേശൻ്റെ ഒപ്പം കൈയും പിടിച്ച് ആ വീട്ടിൽ നിന്നിറങ്ങി. കാറിലിരിക്കുമ്പോൾ അവൾ നിശബ്ദയായിരുന്നു. അവളുടെ മാനസികാവസ്ഥ മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ആരും അവളോട് ഒന്നും ചോദിക്കാൻ നിന്നില്ല. വീടെത്തുമ്പോൾ അമ്മ തന്നെയാണ് മൃദുവിനെ കൈപിടിച്ച് കാറിൽ നിന്ന് ഇറക്കിയത്. അവിടെ നന്ദുവും കുഞ്ഞുമൊക്കെ ഉണ്ടായിരുന്നു. ഒതുക്കുകൾ കയറി വരുന്നവളെ കണ്ടപ്പോൾ നന്ദു പുറത്തേക്ക് ഇറങ്ങി അവളുടെ കൈപിടിച്ച് വീട്ടിനുള്ളിലേക്ക് കയറ്റിക്കൊണ്ടുപോയി. പിന്നാലെ ഭാഗമായി രമേശനും. ഒരുവിധം സൗകര്യമുള്ള മുറി തന്നെയാണ് മൃദുവിന് കൊടുത്തത്. ഒന്നും ആലോചിക്കേണ്ട, അല്പനേരം വിശ്രമിക്ക്, ഞാനിവിടെ കാണും, ഇന്ന് പോവില്ല. അത്രയും പറഞ്ഞുകൊണ്ട് നന്ദു മൃദുവിൻ്റെ റൂമിൽ നിന്നും പുറത്തേക്കിറങ്ങി. അവൾ ബെഡിലേക്ക് വീണു. ഒന്നും ഓർക്കണ്ടെന്ന് കരുതിയെങ്കിൽ പോലും ഓർമ്മകൾ കുത്തി നോവിച്ചുകൊണ്ടേയിരുന്നു. രാത്രിയിൽ ഭക്ഷണം കഴിക്കാൻ വിളിച്ചപ്പോൾ ഒന്നും മിണ്ടാതെ അവർക്കൊപ്പം എഴുന്നേറ്റ് വന്നു. അവളുടെ നിസ്സംഗഭാവം എല്ലാവരിലും വേദനയുളവാക്കി. നേരമേറെ വൈകിയപ്പോൾ സത്യ നന്ദുവിൻ്റെ അടുത്തേക്ക് വന്നു. നമുക്ക് പോണ്ടേ മോളെ, ഇപ്പോൾ തന്നെ നേരെ ഒരുപാട് വൈകി. ഞാനിന്ന് ഈശ്വരമംഗലത്തേക്ക് വരുന്നില്ല ഏട്ടാ, ഇവിടെ ഏട്ടത്തി തനിയെയല്ലേ. അവളുടെ പറച്ചിലിൽ സത്യ ഞെട്ടലാണ് ഉളവാക്കിയത്. അയ്യോ, അങ്ങനെ പറഞ്ഞാൽ പറ്റില്ല. നീ ഇല്ലെങ്കിൽ എനിക്ക് അവിടെ പറ്റില്ല. കൊച്ചു കുട്ടികളെപ്പോലെ മുന്നിൽ നിന്ന് പറയുന്നവനെ കണ്ണിമ ചിമ്മാവതെ നന്ദു നോക്കി നിന്നു. എന്നാൽ ഒരു കാര്യം ചെയ്യൂ, ഇന്ന് ഏട്ടൻ കൂടി ഇവിടെ നിൽക്ക്. നാളെ വൈകുന്നേരം നമുക്ക് എല്ലാവർക്കും കൂടി പോകാം. എങ്കിൽ പിന്നെ ഞാൻ വീട്ടിൽ വിളിച്ച് അമ്മയോടൊന്ന് പറയട്ടെ.
സത്യ ഫോണുമായി പുറത്തേക്ക് പോയി അമ്മയെ വിളിച്ചു കാര്യങ്ങൾ പറഞ്ഞു. അമ്മ ഞങ്ങളെ കാത്തിരിക്കേണ്ട, നേരത്തിന് പോയി കിടന്നുറങ്ങാൻ നോക്ക്. സത്യയും കൂടി പോണില്ലെന്ന് പറഞ്ഞപ്പോൾ രമേശന് അതൊരു ആശ്വാസമായി. കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി നന്ദു ഫ്രഷായി വന്നു. അപ്പോഴേക്കും സത്യയും ഡ്രസ്സ് മാറി. അതെ, ഞാനിന്ന് മൃദുവേട്ടത്തിയുടെ കൂടെയാണ്. അവളുടെ ആ പറച്ചിൽ കേട്ടപ്പോൾ സത്യ അന്തിച്ച് നന്ദുവിനെ നോക്കി. അങ്ങനെ നീ മൃദുവിൻ്റെ കൂടെ പോയി കിടന്നാൽ ഞാൻ പിന്നെ എന്ത് ചെയ്യും മോളെ? എനിക്ക് നീ ഇല്ലാതെ പറ്റില്ല. അയ്യേ, ഈ ഏട്ടൻ എന്നെ നാണം കെടുത്തും. പിന്നെ എൻ്റെ ഭാര്യയുടെ കൂടെ കിടന്നുറങ്ങണമെന്ന് ഞാൻ പറയുന്നത് എങ്ങനെ നാണക്കേടാകും? അതല്ല ഏട്ടാ, ഏട്ടത്തി നമ്മുടെ വീട്ടിൽ ആദ്യമല്ലേ. മാത്രമല്ല ഇങ്ങനൊരവസ്ഥയിൽ നമ്മൾ ഒറ്റയ്ക്കാക്കുന്നത് മോശമല്ലേ? മനസ്സില്ല മനസ്സോടെ സത്യ അത് സമ്മതിച്ചു. ഒരുവിധം പറഞ്ഞൊപ്പിച്ച് കുഞ്ഞിനെയും എടുത്ത് മൃദുവിൻ്റെ റൂമിലെത്തിയതും അവിടെ അമ്മ കിടക്കുന്നു. ആഹാ, അമ്മ ഇവിടെ കിടക്കുന്നു. ഞാൻ ഏട്ടത്തിക്ക് കൂട്ടുകിടക്കാൻ വന്നതാണ്. നീ കുഞ്ഞിനെയും കൊണ്ട് റൂമിൽ കിടന്നാൽ മതി, ഞാനിവിടെ മോളുടെ കൂടെ കാണും. അമ്മ കിടക്കാൻ കേട്ടോ മോക്കൊപ്പം. ഇങ്ങനെ സങ്കടപ്പെട്ട് കിടക്കാതെ കഴിഞ്ഞതൊക്കെ പതിയെ പതിയെ മറക്കാൻ ശ്രമിക്കണം. മോളിങ്ങനെ വേദനിച്ചാൽ അമ്മയുടെ ആത്മാവ് സങ്കടപ്പെടില്ലേ? എല്ലാം മറക്കാനുള്ള ശക്തി നാം അറിയാതെ തന്നെ ഈശ്വരൻ നമുക്ക് നൽകും. സാഹചര്യങ്ങളുമായി നമ്മൾ പൊരുത്തപ്പെട്ട് മുന്നോട്ട് പോകണം. ഇങ്ങനെ കണ്ണും കലങ്ങിയിരിക്കരുത്. നന്ദു അമ്മ മൃദുവിനെ സമാധാനപ്പെടുത്തുന്നത് നോക്കി അങ്ങനെ നിന്നു. എന്തിനാ നന്ദു നീ ഇങ്ങനെ ഉറക്കം കളയുന്നത്? നീ പോയി കിടക്കാൻ നോക്ക്. അമ്മ പറഞ്ഞത് കേട്ടില്ലേ? ഏട്ടത്തി സമാധാനമായി ഇരിക്കുക. ഞങ്ങളെല്ലാവരും ഇല്ലേ? ഒന്നുമില്ലെങ്കിൽ ഏട്ടത്തിയെ സുരക്ഷിതമായ കൈകളിൽ ഏൽപ്പിച്ചിട്ടല്ലേ അമ്മ പോയത്? നന്ദു കുഞ്ഞിനെയും കൊണ്ട് റൂമിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങി. അവരുടെ മുറിയുടെ വാതിൽക്കൽ എത്തുമ്പോൾ കണ്ടു അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വെരുകിനെ പോലെ നടക്കുന്നവനെ. ആഹാ, കൂട്ടുകിടക്കാൻ പോയ ആള് ഇത്രയും പെട്ടെന്ന് തിരികെ എത്തിയോ? എന്തേ, അവിടെ ആരും കിടത്തിയില്ലേ? കളിയായി കൊണ്ടുള്ള സത്യയുടെ ചോദ്യം കേട്ടപ്പോൾ നന്ദുവിന് ദേഷ്യം വന്നു. അവൾ അവനെ കൂർപ്പിച്ചു നോക്കി. കുഞ്ഞിനെ തൊട്ടിലിൽ കിടത്തി ബെഡിൽ കയറി കിടന്നു. സത്യയെ അവളെ പുച്ഛിച്ചു കൊണ്ട് അടുത്തേക്ക് ചേർന്ന് കിടന്നു. അങ്ങനെ ഇപ്പോൾ എൻ്റെ അടുത്ത് കിടക്കണ്ട. നന്ദു അവനെ തള്ളി താഴെയിട്ടു. ഷു, എൻ്റെ പുറം. സത്യയെ എളിക്ക് കൈയും കുത്തി എത്തി നന്ദുവിനെ നോക്കി. എന്നാൽ അവളത് കണ്ട ഭാവം പോലും വയ്ക്കാതെ തിരിഞ്ഞു കിടന്നു. ഒടുവിൽ തോൽവി സമ്മതിച്ച് സത്യ അവളുടെ അടുത്തേക്ക് ചേർന്ന് കിടന്നു. പിണക്കമാണോ ശ്രീ? അവൻ്റെ ശ്രീ എന്നുള്ള വിളി കേൾക്കുമ്പോൾ പിന്നെ നന്ദുവിന് പിടിച്ചു നിൽക്കാൻ കഴിയില്ല. അവൾ വേഗം സത്യയുടെ നേർക്ക് തിരിഞ്ഞു കിടന്നു. വേദനിച്ചു ഏട്ടാ? ഇല്ലടി, നിന്റെ ഏട്ടൻ സ്ട്രോങ് അല്ലേ? അയ്യടാ, അവൻ്റെ മൂക്കി പിച്ചു വിട്ടു. നോന്നു വേണേ, ഒരു നിമിഷം പോലും നിൻ്റെ അടുത്ത് നിന്ന് മാറാൻ എൻ്റെ മനസ്സ് സമ്മതിക്കില്ലടി. ഇനി ഒരു നിമിഷം പോലും പിരിഞ്ഞിരിക്കാൻ കഴിയില്ല. രണ്ടുപേരും ആഞ്ഞു പുണർന്നുകൊണ്ട് നിദ്രയെ പുൽകി. നന്ദുവും ശിവയും 2 ദിവസം കൂടി വീട്ടിലുണ്ടായിരുന്നു. ഇന്നാണ് അവർ രണ്ടുപേരും തിരികെ ഈശ്വരമംഗലത്തേക്ക് പോകുന്നത്. നന്ദു പോകുന്നതെന്നറിഞ്ഞപ്പോൾ മൃദുവിന് വല്ലാത്ത വിഷമം തോന്നി. കാരണം ഈ 2-3 ദിവസം കൊണ്ട് തന്നെ അവർ തമ്മിൽ അത്തരം ഒരു അടുപ്പം സൂക്ഷിക്കാൻ കഴിഞ്ഞു. എന്തിനാ ഏട്ടത്തി ഇങ്ങനെ കണ്ണു നിറയ്ക്കുന്നത്? അടുത്തല്ലേ, എപ്പോൾ വേണമെങ്കിലും വരികയും പോവുകയും ചെയ്യാം. ഏട്ടത്തി ഇങ്ങനെ സങ്കടപ്പെട്ട് നിൽക്കുന്നത് കണ്ടാൽ ഞങ്ങൾക്കത് വിഷമാവില്ലേ പോകാൻ നേരം? ചിരിച്ചുകൊണ്ട് വേണം ഏട്ടത്തി ഞങ്ങളെ യാത്രയാക്കാൻ. അമ്മയുടെ 41 ചടങ്ങിന് ഞങ്ങൾ വരാം. സാരംഗിൻ്റെ ഒപ്പം ഓഫീസിലിരിക്കുമ്പോഴാണ് എന്തോ ഓർത്തെന്ന പോലെ സത്യ അവൻ്റെ നേർക്ക് തിരിഞ്ഞത്. തിരക്കിനിടയിൽപ്പെട്ട് ഞാൻ കുറച്ച് കാര്യങ്ങൾ നിന്നോട് ചോദിക്കാൻ മറന്നുപോയി. അന്ന് മൃദുലയുടെ അമ്മ മരിച്ച ദിവസം നമ്മൾ അവിടെ എത്തിയപ്പോൾ അതേ സമയത്ത് തന്നെ ഡോക്ടർ അവിടെ എത്തി. ഇത്രയും കൃത്യമായി അതെങ്ങനെ സംഭവിച്ചു? ആ തിരക്കിനിടയിൽ എനിക്ക് നിന്നോടൊന്നും ചോദിക്കാൻ കഴിഞ്ഞില്ല. സത്യയുടെ ചോദ്യം കേട്ടപ്പോൾ സാരംഗ് ചെറുതായി ചൂളി. പക്ഷേ അവൻ ബുദ്ധിപൂർവ്വം ആ ചോദ്യത്തിൽ നിന്ന് സ്കിപ്പ് ചെയ്തു. എനിക്ക് അത്യാവശ്യമായി ഓഡിറ്റർ ഒന്ന് കാണാൻ പോകണമായിരുന്നു. അപ്പോൾ നമുക്ക് പിന്നെ കാണാം സത്യ. സാരംഗ് എഴുന്നേറ്റതും സത്യ അവൻ്റെ കോളറിൽ പിടിച്ച് കൈയോടെ തൂക്കിയെടുത്തു. അയ്യോ, ഇത്രയും ശുഷ്കാന്തി വേണ്ട. ഓഡിറ്ററെ കാണണമെന്ന് പറഞ്ഞിരുന്നത് ഇന്നലെയാണ്. നീ പോകുമെന്ന് പറഞ്ഞതുമാണ്. പക്ഷേ ഞാൻ ഇടയ്ക്ക് വിളിച്ചപ്പോൾ നിൻ്റെ മൊബൈൽ ബിസി ആയിരുന്നു. അതുകൊണ്ട് ഞാൻ തന്നെ പോയി എല്ലാം ശരിയാക്കിയിട്ടുണ്ട്. മോൻ തൽക്കാലം ഞാൻ ചോദിച്ചതിൻ്റെ ഉത്തരം പറഞ്ഞിട്ട് പോയാൽ മതി. പറയാതെ രക്ഷയില്ലെന്ന് സാരംഗിന് മനസ്സിലായി. എടാ, അന്ന് രമേശൻ്റെ ഒപ്പം ഹോസ്പിറ്റലിൽ പോയപ്പോൾ കണ്ട പരിചയമാണ്. അതല്ലാതെ നീ വിചാരിക്കുന്ന രീതിയിലൊന്നുമല്ല. സാരംഗ് നിന്ന് തപ്പി തടയുന്നത് കണ്ടപ്പോൾ സത്യയ്ക്ക് ദേഷ്യം വന്നു. മര്യാദയ്ക്ക് ചോദിച്ചാൽ നീ പറയില്ല അല്ലേ? അവൻ്റെ കൈ പിടിച്ച് പിന്നിലേക്ക് തിരിച്ച് ചെയറിലിരുത്തി. മര്യാദയ്ക്ക് പറഞ്ഞു തുടങ്ങിക്കോ, ഇല്ലെങ്കിൽ നിന്നെയും തൂക്കിയെടുത്ത് ഡോക്ടറുടെ മുന്നിൽ ചെന്നിട്ടായിരിക്കും ഞാൻ ബാക്കി കാര്യങ്ങൾ ചോദിച്ചറിയുന്നത്. അതുകൊണ്ട് എന്ത് വേണമെന്ന് തീരുമാനിക്ക്. ഇടയ്ക്ക് ദിവസം ഞങ്ങൾ പുറത്തു വെച്ച് കണ്ടായിരുന്നു. എപ്പോൾ, എവിടെ വെച്ച്? സത്യ ആകാംക്ഷയോടെ ചോദിച്ചു. പിന്നെ എപ്പോഴൊക്കെ നിങ്ങൾ പരസ്പരം കണ്ടിട്ടുണ്ടോ? പറയടാ എല്ലാം വിശദമായി. സത്യ ആകാംക്ഷയോടെ അവൻ്റെ നേരെ കസേര വലിച്ചിട്ടിരുന്നു. അയ്യടാ, എന്തൊരുത്സാഹം മറ്റുള്ളവരുടെ ലവ് സ്റ്റോറി കേൾക്കാം. ഓ സാറ് വലിയ പുള്ളി, ഒന്ന് പോയേടാ. അവൻ്റെ ഒരു ഓഞ്ഞ ലവ് സ്റ്റോറി.
പറഞ്ഞുകൊണ്ട് സത്യ എണീറ്റ് പോയി. എടാ നീ അങ്ങനെ പിണങ്ങി പോകാതെ. ഓ വേണ്ട, നീ അങ്ങനെ വേണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ നിന്നോടല്ലാതെ ആരോട് പറയാനാ? എടാ ഒരിക്കൽ ഹോട്ടലിൽ വെച്ച് ഞാൻ ഡോക്ടറെ കണ്ടു. അന്ന് അവിടെ ചെറിയ എന്തോ ഇഷ്യൂ ഉണ്ടായി. ഡോക്ടർ ഫുഡ് കഴിക്കാൻ കയറിയതായിരുന്നു. കഴിച്ചിട്ടിറങ്ങുമ്പോൾ വാഷിംഗ് ഏരിയയിൽ വെച്ച് അവരോടാരോ മോശമായി പെരുമാറി. അന്ന് ഞാൻ അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ബഹളം കേട്ട് എന്താണെന്ന് നോക്കുമ്പോഴാണ് ഡോക്ടർ ആരെയോ കൈവീശി അടിക്കുന്നത് കണ്ടു. ഡോക്ടറിൻ്റെ പിന്നെ നേരത്തെ കണ്ടു പരിചയമുള്ളത് കൊണ്ട് ഞാൻ അതിൽ കയറി ഇടപെട്ടു. അപ്പോഴാണ് സംഗതി അറിയുന്നത്. വാഷിംഗ് ഏരിയയിൽ വെച്ച് ഡോക്ടറുടെ ശരീരത്തിൽ മനഃപൂർവ്വം ഒരുത്തം വന്ന് കൈവച്ചെന്ന്. അതിനാണ് ഡോക്ടർ അയാളെ തല്ലിയത്. പക്ഷേ അവൻ അവിടുത്തെ വലിയ പുള്ളി ആയതുകൊണ്ട് തന്നെ ആൾക്കാരെല്ലാം അവൻ്റെ സൈഡ് പിടിച്ചു. അപ്പോഴാണ് ഞാൻ അങ്ങോട്ട് കയറി ചെന്നത്. പിന്നെ അവനിട്ട് 2 പൊട്ടിച്ച് ബാക്കി കൂടി നിന്നവന്മാരോട് സ്റ്റൈലിൽ 2 വർത്തമാനവും പറഞ്ഞ് ഇറങ്ങി പോന്നു. അന്ന് ഡോക്ടർ എൻ്റെ കയ്യിൽ നിന്നും ഫോൺ നമ്പർ വാങ്ങിയിരുന്നു. രാത്രിയായപ്പോൾ വാട്സാപ്പിൽ ഒരു താങ്ക്സ് വന്ന് കിടക്കുന്നു. അപ്പോൾ ഞാൻ നമ്പർ സേവ് ചെയ്ത് തിരികെ വിളിച്ചു. നേരിട്ട് താങ്ക്സ് പറയാൻ മടിയായതുകൊണ്ടാണോ മെസ്സേജ് ഇട്ടതെന്ന് ചോദിച്ചു. അങ്ങനെ ചോദ്യമായി, പറച്ചിലായി, ഇപ്പോൾ പ്രണയവുമായി. അമ്പടാ, എന്നിട്ടാണ് അവൻ ഒരു വാക്ക് പോലും പറയാതെ ഇത്രയും ദിവസം എല്ലാം മറച്ചു വെച്ചത്. അങ്ങനെ നിന്നോട് എന്തെങ്കിലും മറച്ചു വെക്കാൻ പറ്റുമോ? ഒരുപാട് തവണ ഞാൻ നിന്നോട് പറയാൻ വന്നതാ, പക്ഷെ അപ്പോഴൊന്നും അതിനുള്ള സൗകര്യം കിട്ടിയില്ല. പാവമാണ് സത്യ അവള്. ആരോരുമില്ലാത്ത അനാഥ. പഠിച്ചതും വളർന്നതുമൊക്കെ ഓർഫനേജിൽ. അച്ഛൻ ആരാണെന്നോ അമ്മ ആരാണെന്നോ അറിയാത്ത തൻ്റെ ബാല്യവും കൗമാരവും എല്ലാം ഓർഫനേജിലെ 4 മുറി ചുവരുകൾക്കുള്ളിൽ കഴിഞ്ഞൊരു പാവം പെൺകുട്ടി. പഠിക്കാൻ മിടുക്കിയായതുകൊണ്ട് ആരുടെയൊക്കെയോ സ്പോൺസർഷിപ്പിൽ ഫാദറാണ് അവളെ പഠിപ്പിച്ചത്. ഇപ്പോൾ ഫാദറിൻ്റെ പരിചയത്തിലുള്ള ഒരു വീട്ടിൽ പേയിങ് ഗസ്റ്റായി താമസിക്കുന്നു. സർവീസിൽ കയറിയിട്ട് ഇപ്പോൾ 1.5 വർഷം കഴിഞ്ഞു. ആദ്യമൊക്കെ ഞാൻ മെസ്സേജ് അയക്കുമ്പോഴും വിളിക്കുമ്പോഴും സംസാരിക്കാൻ തന്നെ അവൾക്ക് പേടിയായിരുന്നു. എന്നെ ഒഴിവാക്കിക്കൊണ്ടേയിരുന്നു. അങ്ങനെയാണ് ഒരിക്കൽ ഹോസ്പിറ്റലിൽ കാണാൻ ചെന്നത്. പക്ഷേ എന്നെ കാണാനോ എന്നോട് സംസാരിക്കാനും കൂട്ടാക്കിയില്ല. ആ ഒരു വാശിയിലാണ് അവളെ വീണ്ടും കണ്ട് സംസാരിച്ചിട്ടേ പോകൂ എന്നും പറഞ്ഞ് ഞാൻ ഹോസ്പിറ്റലിന് പുറത്ത് വെയിറ്റ് ചെയ്തത്. പക്ഷേ വൈകുന്നേരമായിട്ടും അവളെ പുറത്ത് കണ്ടില്ല. അപ്പോൾ എനിക്കും വാശിയായി, എത്ര വൈകിയാലും കാണണമെന്ന്. അങ്ങനെ കാത്തിരിക്കുമ്പോഴാണ് പള്ളിയിൽ നിന്നും വന്ന വാനിൽ കയറി അവൾ പോകുന്നത് കണ്ടത്. പിന്നെ ഞാനും അതിൻ്റെ പുറകെ വെച്ചു പിടിച്ചു. അങ്ങനെയാണ് ഞാൻ പള്ളിയിലെത്തിയത്. അവിടെ എന്നെ കാത്ത് ഫാദർ പോൾ സെബാസ്റ്റ്യൻ ഉണ്ടായിരുന്നു. പള്ളിയിലേക്ക് കയറി ചെല്ലുമ്പോൾ ഫാദറിൻ്റെ ഒപ്പം നിൽക്കുന്ന അവളിലായിരുന്നു എൻ്റെ കണ്ണ് മുഴുവനും. ഫാദർ എന്നെ വിസിറ്റേഴ്സ് റൂമിലേക്ക് കൊണ്ടുപോയി. സാരംഗ് ഒരു 3 മാസം പിന്നിലേക്ക് പോയി. ഫാദർ, ഞാൻ ഡോക്ടർ അരുന്ധതിയെ കാണാൻ വന്നതാണ്. അറിയാം, അനു പറഞ്ഞിട്ടുണ്ട്. കുഞ്ഞെ, നീ ആരാണെന്നോ എന്താണെന്നോ എനിക്കറിയില്ല. പക്ഷേ ഡോക്ടർ അരുന്ധതി, അവളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. 25 വർഷം മുമ്പ് കോരി ചൊരിയുന്ന മഴയുള്ള രാത്രിയിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ടു. നോക്കുമ്പോൾ ആ മഴയത്ത് കുറേ നനഞ്ഞ പേപ്പറുകൾക്കുള്ളിൽ കിടന്ന് നിലവിളിക്കുന്ന ഒരു ചോര കുഞ്ഞ്. ഓടിച്ചെന്ന് ആ കുഞ്ഞിനെ വാരിയെടുത്ത് നെഞ്ചോട് ചേർക്കുമ്പോൾ അതിൻ്റെ ശരീരത്തിൽ ഒരല്പ പ്രാണൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നീട് 1 മാസക്കാലം ആ കുഞ്ഞ് ഹോസ്പിറ്റൽ ICUവിലായിരുന്നു. അവിടുന്ന് പതിയെ പതിയെ ജീവിതത്തിലേക്ക് തിരികെ വന്നു. ഞങ്ങളാണ് അവൾക്ക് അരുന്ധതി എന്ന് പേരിട്ടത്. അച്ഛൻ ആരാണെന്നോ അമ്മ ആരാണെന്നോ കുലം ഏതാണെന്നോ ജാതി ഏതാണെന്നോ അറിയാതെ ഈ ഓർഫനേജിലാണ് എൻ്റെ കുഞ്ഞ് വളർന്നത്. ഒരിക്കൽ പോലും അവൾ അവളുടെ അച്ഛനമ്മമാരെക്കുറിച്ച് തിരക്കിയിട്ടില്ല. അവൾക്കെല്ലാം ഞാനായിരുന്നു. പഠിത്തത്തിൽ മിടുക്കിയായിരുന്നത് കൊണ്ട് തന്നെ അവളെ സ്പോൺസർഷിപ്പിൽ പഠിപ്പിക്കാൻ കഴിഞ്ഞു. 18 വയസ്സായപ്പോൾ അവളെ അമ്മമാരുടെ കൂടെയാക്കി. ഇന്നവൾ ഡോക്ടറാണ്. അവളുടെ വരുമാനം കൊണ്ട് കൂടിയാണ് ഈ ഓർഫനേജ് നല്ല രീതിയിൽ നടന്നു പോകുന്നത്. കുറച്ച് ദിവസമായി എൻ്റെ കുട്ടിയാകെ മൗനത്തിലാണ്. എത്ര ചോദിച്ചിട്ടും അവൾ ആദ്യം കാര്യമൊന്നും പറഞ്ഞില്ല. പക്ഷെ പിന്നീടാണ് അറിഞ്ഞത് അവളുടെ പിന്നാലെ നടക്കുന്ന തന്നെക്കുറിച്ച്. രാവിലെ നടന്ന സംഭവങ്ങളെല്ലാം അവൾ എന്നെ വിളിച്ചു പറഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അവളെ കൂട്ടാൻ വന്നത്. എനിക്കറിയാമായിരുന്നു താൻ ഞങ്ങളുടെ പിന്നാലെ വരുമെന്ന്. ഫാദർ, എനിക്കിതൊന്നും അറിയില്ലായിരുന്നു. ഞാൻ ആത്മാർത്ഥമായാണ് അരുന്ധതിയെ ഇഷ്ടപ്പെടുന്നത്. സാരംഗിന് മാത്രം ഇഷ്ടമായാൽ മതിയോ? നിങ്ങളുടെ കുടുംബത്തിലുള്ളവർ കൂടി അവളെ ഉൾക്കൊള്ളാൻ കഴിയണ്ടേ? അച്ഛൻ, അമ്മ, സഹോദരങ്ങൾ, സഹോദരി, അങ്ങനെയുള്ള വികാരങ്ങളെല്ലാം അവൾക്കുമുണ്ട്. ആരോരുമില്ലാത്തത് കൊണ്ടായിരിക്കാം ഒരുപാട് അംഗങ്ങളുള്ള ഒരു കുടുംബത്തിലേക്ക് കയറി ചെല്ലാൻ അവൾ ആഗ്രഹിക്കുന്നത്. അത് തെറ്റാണെന്ന് പറയാനും എനിക്ക് കഴിയില്ല. അവളെക്കുറിച്ചുള്ള എല്ലാ വിവരവും അറിയിച്ച് എല്ലാവർക്കും സമ്മതമാണെങ്കിൽ അങ്ങനെ ഒരു കുടുംബത്തിലേക്ക് മാത്രമേ ഞാൻ എൻ്റെ മോളെ കൊടുക്കൂ. നാളെ ഒരു കാലത്ത് ആരോരുമില്ലാത്തവൾ അനാഥ എന്ന് പറഞ്ഞ് എൻ്റെ കുഞ്ഞിനെ കുത്തി നോവിക്കാൻ ഞാൻ ആരെ അനുവദിക്കില്ല. അരുന്ധതിയെ വിവാഹം കഴിക്കാൻ എനിക്കിഷ്ടമാണ്. ഞാൻ എൻ്റെ വീട്ടുകാരെ പറഞ്ഞ് സമ്മതിപ്പിച്ച് ഉറപ്പായി ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരും. അതുവരെ ഫാദർ ഇവളെ മറ്റാർക്കും കൊടുക്കരുത്. സാരംഗ് പറഞ്ഞു നിർത്തിയതും സത്യ അവനെ ചേർത്ത് പിടിച്ചു. നമുക്ക് പോകാടാ. ഈശ്വരമംഗലത്തെ എല്ലാവരെയും കൂട്ടി നമുക്ക് പോയി നിൻ്റെ ഡോക്ടറെ പെണ്ണ് ചോദിക്കാം. തുടരും.